ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കെമിക്കൽ കൈനറ്റിക്സിൽ കഴിഞ്ഞ JEE സെഷൻ 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജനുവരി 22 ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഫോർ റേഡിയോ ആക്റ്റീവ് ഡീകെ? സോ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് അല്ലേ. അതൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്, ആദ്യം അത് ശ്രദ്ധിക്കുക. ആൻഡ് പ്രത്യേക ഒരു കാര്യം കൂടി, നമ്മൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്തിൽ പഠിക്കുന്നുള്ളൂ? ഡയറക്ട്ലി കെമിസ്ട്രിയിൽ പഠിക്കുന്നുള്ളൂ. ഈ റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ പറ്റിയിട്ട് നിങ്ങൾ ഇവിടെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ ഫിസിക്സ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കമ്പൈൻ ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. സോ നമുക്ക് നേരെ ക്വസ്റ്റനിലോട്ട് അടക്കാം. ഡി കെ കോൺസ്റ്റന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എടാ, നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു റേറ്റ് ഇക്വേഷൻ K ഈക്വൽ ടു R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ നമുക്കറിയാം ഈ പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആള് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. റേറ്റ് കോൺസ്റ്റന്റ് ആകെ കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറാണ്. പക്ഷേ ഇവിടെ റേറ്റ് കോൺസ്റ്റന്റ് അല്ല, പകരം എന്താണ്? ഡി കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡി കെ കോൺസ്റ്റന്റ് വരുമ്പോൾ നമുക്കറിയാം ഡി കെ കോൺസ്റ്റന്റ് അഥവാ ലാംഡയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഈ ഡി കെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഡി കെ അത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷന് സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചറോ പ്രഷറോ പോലെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ ഫിസിക്സിൽ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇത് റേഡിയോ ആക്റ്റീവ് ഡി കെ ആണ്. വെറും ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട. ഈ ഡി കെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡി കെ കോൺസ്റ്റന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, റോങ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സ്റ്റേറ്റ്മെന്റിൽ കൂടെ നമുക്ക് പോവാം. അമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് റിമൈൻഡ് ആഫ്റ്റർ 3 ഹാഫ് ലൈഫ് ഈസ് 1/8 ഓഫ് ദ ഒറിജിനൽ എമൗണ്ട്. നമുക്കറിയാം ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. ഇവിടെ ലാംഡാന്ന് കൊടുക്കാം കേക്ക് പകരം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കെനെ മാത്രമേ ഇത് എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനീഷ്യൽ കോൺസെൻട്രേഷന് എന്ത് ഹാഫ് ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരു A0 ആണെന്ന് വിചാരിച്ചോ. ഫസ്റ്റ് ഹാഫ് ലൈഫിൽ ഇത് എത്ര ആയിട്ട് മാറും? A0/2 ആയിട്ട് മാറും. യെസ് ആണോ? ദെൻ അതിന്റെ സെക്കൻഡ് ഹാഫ് ലൈഫിൽ അത് ഇതിന്റെ പകുതി അഥവാ A0/2 വിച്ച് മീൻസ് A0/4 ആയിട്ട് മാറും. ആൻഡ് തേർഡ് ഹാഫ് ലൈഫിൽ അത് എത്ര ആയിട്ട് മാറും? തേർഡ് ഹാഫ് ലൈഫിൽ അത് A0/8 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന A0 ആണ് ഇനീഷ്യൽ എങ്കിൽ ഇത് 1/8 ഇൻറ്റു A0 ആണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ദെൻ ഡി കെ കോൺസ്റ്റന്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ടെമ്പറേച്ചർ. യെസ്, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ഡി കെയിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് പ്രഷറോ ടെമ്പറേച്ചർ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഹാഫ് ലൈഫ് ഈസ് ലോൺ 2 ടൈംസ് ഓഫ് 1 ബൈ റേറ്റ് കോൺസ്റ്റന്റ്. കറക്റ്റ് അല്ലേ? ഈ പറയുന്ന 0.693 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ലോൺ 2 അല്ലേ? ലോൺ 2 ഡിവൈഡഡ് ബൈ കെ. അപ്പോൾ ലോൺ 2നെ 1/k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഹാഫ് കിട്ടും. അപ്പോൾ ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റനിലൂടെ അടക്കാം. നമ്മൾ ക്വസ്റ്റൻ നമ്പർ 2 ജനുവരി 22 ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. A gives B, the molecule A changes into its isomeric form B by the following first order kinetics at a temperature of 1000 Kelvin. If the energy barrier with respect to reactant energy for such isomeric transformation is 191.48 kilojoule per mole and the frequency factor is 10 raised to 20, the time required for 50% molecule of A to become B is dash picoseconds. നിയറസ്റ്റ് ഇൻറ്റീജർ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് A gives B എന്ന് പറയുന്ന റിയാക്ഷന് ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആൻഡ് അടുത്ത കാര്യം, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഇവൻ ഫോളോ ചെയ്യണമെങ്കിൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ടെമ്പറേച്ചർ 1000 Kelvin ആണ്. ഇറ്റ് ഇസ് 1000 Kelvin. ആൻഡ് എനർജി ബാരിയർ, എന്താ എനർജി ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി പറഞ്ഞിട്ടുണ്ട്. ആക്ടിവേഷൻ എനർജി EA ഈക്വൽ ടു 191.48 കിലോ ജൂൾ ഓർ 10 raised to 3 ജൂൾ പെർ മോൾ. ഓക്കെ, കിലോ ജൂളിനെ ഞാൻ ജൂളാക്കി.
ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? ഫ്രീക്വൻസി ഫാക്ടർ, അതായത് നമ്മളുടെ അറീനിയസ് ഇക്വേഷനിൽ k ഈക്വൽ ടു a e റൈസ് ടു മൈനസ് EA/RTയിൽ a ആണ് നമ്മളുടെ ഫ്രീക്വൻസി ഫാക്ടർ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ a ഈക്വൽ ടു 10⁻20 എന്ന് എടുക്കാം. ഓക്കെ, ഞാൻ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദ ടൈം റിക്വയർഡ് ഫോർ 15% മോളിക്യൂൾ, അതായത് ടൈം റിക്വയർഡ് ഫോർ 15% മോളിക്യൂൾ a ബിക്കംസ് b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംപ്ലി പറയുന്നത് T½ ആണ് അല്ലേ? T½ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ T½ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ T½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ k ആണ്. ഈ 0.693 ഡിവൈഡഡ് ബൈ k കൊടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആ റിയാക്ഷൻ്റെ എന്തറിയണം? k അറിയണം. k എവിടുന്ന കിട്ടുക? k അറീനിയസ് ഇക്വേഷൻ കിട്ടുക. അതായത് നമ്മളുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, k ഈക്വൽ ടു a e റൈസ് ടു മൈനസ് EA/RT എന്ന് എഴുതാം. ആൻഡ് a എത്രയാടാ? a ഈക്വൽ ടു 10⁻20. ദെൻ e റൈസ് ടു മൈനസ് EA എത്രയാ? മൈനസ് 191.48 into 1000 divided by ആറിൻ്റെ വാല്യൂ എത്ര? 8.314 ഇൻറ്റു ടീൻ്റെ വാല്യൂ എത്രയാടാ? ടീൻ്റെ വാല്യൂ അഗെയിൻ 1000 കെൽവിൻ. അപ്പോൾ ഈ 1000ഉം ഈ 1000ഉം പോയി. ഓക്കെ, ദെൻ ഇത് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. 2.303 കിട്ടുമായിരിക്കും. ഓക്കെ, 2.303 2.അല്ലല്ലോ, ബിക്കോസ് 1662 ബാക്കി സിസ്റ്റം വരുമ്പോൾ തന്നെ 23.03 റൈറ്റ്. യെസ്. അപ്പോൾ 10⁻20 ഇൻറ്റു e റൈസ് ടു മൈനസ് 23.03 കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇനി ഇതിനെ നമുക്ക് ഇനി എങ്ങനെ മാറ്റാം? എടാ 10⁻20 അവിടെ കിടക്കട്ടെ. e റൈസ് ടു ഇതിന് നമുക്ക് e റൈസ് ടു മൈനസ് 2.303 ഇൻറ്റു 10 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻20 ഇൻറ്റു e റൈസ് ടു മൈനസ് 2.303 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എത്രയാണ്? ലോൺ 10-നാണ് അല്ലേ? നമ്മൾ ലോൺ 10-നെയാണ് ആക്ച്വലി മൈനസ് 2.303 എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് e റൈസ് ടു മൈനസ് ലോൺ 10 ഇൻറ്റു 10 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻20 ഡിവൈഡഡ് ബൈ e റൈസ് ടു ലോൺ 10 ഇൻറ്റു 10. അപ്പോൾ e റൈസ് ടു ലോൺ 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 10 റൈസ് ടു e റൈസ് ടു ലോൺ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th പവർ 10 ആണ് വരിക. അപ്പോൾ ഇത് 10⁻20 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? 10 വരും. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 10⁻10. അപ്പോൾ k ഈക്വൽ ടു 10 എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ Kൻ്റെ വാല്യൂ 10⁻10 ആണ്. Kൻ്റെ വാല്യൂ 10⁻10 ആണെങ്കിൽ അത് നമുക്ക് നേരെ T½ അപ്ലൈ ചെയ്യാം. അപ്പോൾ T½ ഈക്വൽ ടു എത്രയുടെ വരിക? 0.693 ഡിവൈഡഡ് ബൈ 10⁻10 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0.693 ഇൻറ്റു 10⁻−10 സെക്കൻഡ്. പക്ഷേ പൈക്കോ സെക്കൻഡിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 10⁻12. അപ്പോൾ 10⁻12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69.3 ഇൻറ്റു 10⁻12 സെക്കൻഡ്, വിച്ച് ഈസ് ഈക്വൽ ടു 69.3 പൈക്കോ സെക്കൻഡ്, വിച്ച് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 69 പൈക്കോ സെക്കൻഡ്. നിയറസ്റ്റ് ഇൻറ്റീജറിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 69. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ജനുവരി 22 ഷിഫ്റ്റ് 2-ന് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്കറിയാം ആക്ടിവേഷൻ എനർജി വെച്ചിട്ടുള്ള ഗ്രാഫാണ്. ഇതാണ് നമ്മുടെ റിയാക്റ്റൻ്റ്, ഇതാണ് പ്രൊഡക്റ്റ്. സോ റിയാക്റ്റൻ്റ് നേരെ ഇത് നമ്മളുടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകുന്നു. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്റ്റൻ്റ് നമ്മൾ E1 + E2 എന്നാണ് പറയുക. എസ് ഓനോ? ദെൻ ഇനി ആക്ടിവേഷൻ എനർജി ഓഫ് പ്രൊഡക്റ്റ് എങ്ങനെയാണ്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാനുള്ള എനർജി, അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള എനർജി. അപ്പോൾ ആക്ടിവേഷൻ എനർജി ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി? E1 എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുക. ദെൻ ഇനി നമുക്ക് കൺസിഡർ ദ ഗിവൺ ഫിഗർ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ദെൻ അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നോക്കാം, നമുക്ക് ഓരോരോ ഓപ്ഷനിലൂടെ നമുക്ക് പോവാം. ആക്ടിവേഷൻ എനർജി ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് E1 + E2. തെറ്റിയില്ലേ? ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി E1 + E2 ആണ്. പക്ഷേ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി എത്ര വരുന്നുള്ളൂ? E1 വരുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അപ്പം തന്നെ തെറ്റി.
ഓക്കെ. ആൻഡ് ഇനി അതിന്റെ ബാക്കിയും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. ദ റിയാക്ടന്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൊഡക്റ്റ്. അത് കറക്റ്റാ, ബിക്കോസ് ഇവിടെയാണ് റിയാക്ടന്റ്, ഇവിടെയാണ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ എനർജി കൂടുതലാണ്, അതായത് പ്രൊഡക്റ്റ് ലെസ് സ്റ്റേബിളും റിയാക്ടന്റ് എന്താണ് മോർ സ്റ്റേബിൾ ആണ്. അത് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ആദ്യത്തെ പാർട്ട് തെറ്റിയോണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. അടുത്തത് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് E1 + E2. കറക്റ്റ് ആണ്. ഫോർവേഡ് റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി E1 + E2 ആണ്. ആൻഡ് പ്രൊഡക്റ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ റിയാക്ടന്റ്. കറക്റ്റ് ആണ്. റിയാക്ടന്റിന്റെ എനർജി കുറവാണ്, അതായത് റിയാക്ടന്റ് ഈസ് മോർ സ്റ്റേബിൾ ആണ്. അപ്പോൾ റിയാക്ടന്റ് ഈസ് മോർ സ്റ്റേബിൾ ഓർ പ്രൊഡക്റ്റ് ഈസ് ലെസ് സ്റ്റേബിൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ എനർജി ഹയർ ആണ്, അതുകൊണ്ട് പ്രൊഡക്റ്റ് ലെസ് സ്റ്റേബിൾ ആണ്. സോ ദീസ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അതായത് ഓപ്ഷൻ 2 വളരെ കറക്റ്റ് ആണ്. ബാക്കിയും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ അപ്പം നമുക്ക് വരുന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് ഓപ്ഷൻ 2 ഒന്നുകൂടി പോകേണ്ടി വരും. നോക്കാം. ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് E1. ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് E1. കറക്റ്റ് ആണ്. ആൻഡ് പ്രൊഡക്റ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ റിയാക്ടന്റ്. അല്ല, പ്രൊഡക്റ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ റിയാക്ടന്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റി. ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് E1 + E2. കറക്റ്റ് ആണ്. ആൻഡ് പ്രൊഡക്റ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ റിയാക്ടന്റ്. അത് തെറ്റി. പ്രൊഡക്റ്റ് മോർ സ്റ്റേബിൾ ദാൻ അല്ല, പ്രൊഡക്റ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ എന്താണ് റിയാക്ടന്റ് ആണ്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. Then അടുത്ത ക്വസ്റ്റ്യനിലൂടെ നടക്കാണ്. For the thermal decomposition of N2O5 at constant volume, the following table can be formed for the reaction mentioned below. Okay, ഇതാണ് നമ്മളുടെ റിയാക്ഷൻ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ എന്താ തന്നിട്ടുള്ളത്? ടൈം 0 സെക്കൻഡ് ആണെങ്കിൽ ആ പറയുന്ന റിയാക്ഷൻ മീഡിയത്തിലെ ടോട്ടൽ പ്രഷർ 0.6 ആണ്. ഇത് 100 സെക്കൻഡ് ആകുമ്പോൾ അത് എക്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കാം. എക്സിന്റെ വാല്യൂ ചോദിച്ചിട്ടുള്ളത് × 10⁻³ atm റേഞ്ചിൽ നിങ്ങൾക്ക് കാണണം. ഗിവൺ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ തേർമൽ ഡീകമ്പോസിഷൻ ആണ്. തേർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ തേർമൽ ഡീകമ്പോസിഷനുകളും എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുകളാണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്, തെർമൽ ഡീകമ്പോസിഷൻ, അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ഡീകെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ആയിട്ടാണ് പറയുക അല്ലേ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്, നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ നമുക്കിനി അറിയേണ്ടത് ടോട്ടൽ പ്രഷർ ആണ്. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതല്ലേ നമ്മുടെ റിയാക്ഷൻ. അതായത് ഇവിടെ N2O5 എന്തായിട്ട് മാറുകയാടാ? N2O4 ആയിട്ട് മാറുകയാണ്. N2O4 + O2 ആയിട്ട് മാറുകയാണ്. സോ സ്റ്റോഷിയോമെട്രിക്കലി നമ്മൾ ബാലൻസ് ചെയ്തു. എല്ലാവരും ഗ്യാസ് ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. സപ്പോസ് ഇതിൻ്റെ ഇനീഷ്യൽ പ്രഷർ ആണ്, ഇവിടുത്തെ ഇനീഷ്യൽ പ്രഷർ ആണ് ഒരു 0.6 നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, അതായത് 0 ടൈമിൽ അവിടെ N2O5 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് 0.6 ആണ്. ഓക്കെ, ഇവരൊന്നും ഇല്ല, നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ വെൻ ഈ പറയുന്ന N2O5 കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാണ്? കുറച്ച് ആൾക്കാർ റിയാക്ട് ചെയ്ത് പോവാണ്. എല്ലാവരും ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇൻ ടേംസ് ഓഫ് പ്രഷർ എടുക്കാം. ഞാൻ പി ഗ്യാസ്, പാർഷ്യൽ പ്രഷർ ഓഫ് N2O5, പി അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് ഡീകമ്പോസ് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? N2O4 പി ഉണ്ടാവും. ബിക്കോസ് 2 മോൾ ഗീവ്സ് 2 മോൾ, അതായത് പി പ്രഷർ ഗീവ്സ് പി പ്രഷർ. ഇവിടെ എത്ര ഉണ്ടാവുക? അതിൻ്റെ പകുതി, അഥവാ P/2 ആണ് ഉണ്ടാവുക. യെസ് ഓണോ? യെസ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ പ്രഷർ ഓഫ് N2O5 0.6ഉം ഫൈനൽ പ്രഷർ ഓഫ് N2O5 0.6 - P ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതാം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K = എങ്ങനെ എഴുതാടാ? 2.303 / T × log A0/A എന്ന് എഴുതാം. log A0/A എഴുതിക്കൂടെ? യെസ്. ദെൻ അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് K ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. K = 4.606 × 10⁻² = 2.303 ഡിവൈഡഡ് ബൈ എന്താണ് വേണ്ടത്? T ആണ് വേണ്ടത്. Tന്റെ വാല്യൂ എത്രയാണ്? 100 × log ഇനീഷ്യൽ കോൺസെൻട്രേഷൻ or initial pressure 0.6 divided by final pressure 0.6 - P. ഓക്കെ അല്ലേ? then ഇത് നമ്മൾ നേരെ ചെയ്യുന്നു. ഇത് 10⁻², ഇത് 100 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടാൾക്കാരും ക്യാൻസൽ ചെയ്ത് പോയി. 2.303 4.606 കൂടെ എത്രയായി? 2 ആയി. അതായത് log 0.6 divided by 0.6 - P = 2 എന്ന് വന്നു. ഓക്കെ, 2. എടാ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 10⁻² ആണ് 2 അല്ലേ? log 10⁻². അപ്പോൾ ലോഗുകൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെ കിട്ടും? നോക്ക്, 0.6 divided by 0.6 - P = 10⁻², അഥവാ 100 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ 0.6 = 16 - 100 P. സോ 100 P =
59.4 or P equal to 59.4 divided by 100 എന്ന് എഴുതാം, which will be equal to 0.594. 0.594 ആണ് പീൻ്റെ വാല്യൂ. അപ്പോൾ പീൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. പീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണ്. എന്താ എക്സ്? ടോട്ടൽ പ്രഷർ. എടാ ടോട്ടൽ പ്രഷർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? പി ടോട്ടൽ അറ്റ് ടൈം 100 സെക്കൻഡ്. അതായത് അത് 0.6 മൈനസ് പി പ്ലസ് എത്രയാണ്? P/2 ആണ്. അപ്പോൾ ഇത് എത്രയാണ്? 0.6 പ്ലസ് P/2. ഇതാണ് നമ്മളുടെ പി ടോട്ടൽ അറ്റ് 100 സെക്കൻഡ്. അപ്പോൾ 100 സെക്കൻഡിലെ പി ടോട്ടൽ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം, പി ടോട്ടൽ ഈക്വൽ ടു 0.6 പ്ലസ് P/2. എഴുതി കൂടെ 0.6 പ്ലസ് P/2. പീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കണം. പീൻ്റെ വാല്യൂ എത്ര? പീൻ്റെ വാല്യൂ 594 അല്ലേ? അപ്പോൾ 0.594 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ 0.6 പ്ലസ് 594 ഡിവൈഡഡ് ബൈ 2, അതായത് 300 297 വരും. കറക്റ്റ് അല്ലേ? 297 0.297 രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0.897 ഈസ് ദ റൈറ്റ് ആൻസർ. പക്ഷെ നമുക്ക് അവിടെ ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, 10⁻³ റേഞ്ചിലാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് 897 × 10⁻³ എന്ന് എഴുതാം. സോ ദ ആൻസർ ഈസ് 897 ഈസ് ദ റൈറ്റ് ആൻസർ. 897 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ അപ്പോൾ സിമ്പിളാണ് ക്വസ്റ്റ്യൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ അല്ലേ? ദെൻ ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി റെപ്രസെന്റ് സീറോ ഓർഡർ കൈനറ്റിക്സ്? സീറോ ഓർഡർ റിയാക്ഷനെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 23 ഷിഫ്റ്റ് 2ന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ A0 മൈനസ് എ ഈക്വൽ ടു നമ്മൾ KT എന്നാ പറയാ, ഓർ കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ടു A0 മൈനസ് KT. അപ്പോൾ ഇതൊരു y ഈക്വൽ ടു mx മൈനസ് സി ടൈപ്പ് ഓഫ് ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ദിസ് ഇസ് കോൺസെൻട്രേഷൻ. ദെൻ ഇൻ്റർസെപ്റ്റ് ഉണ്ട് N0 ഓർ A0 ആണ് ഇൻ്റർസെപ്റ്റ്. സ്വാഭാവികമായിട്ട് സ്ലോപ്പ് ഉണ്ട്, നെഗറ്റീവ് സ്ലോപ്പ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. വേറെ ഒന്നും വരില്ല. ബാക്കിയുള്ളതൊക്കെ എന്താണ്? നമ്മളുടെ എക്സ്പോണൻഷ്യൽ ഗ്രാഫുകളാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് y ഈക്വൽ ടു mx പ്ലസ് സി ടൈപ്പ് ഓഫ് ഒരേ ഒരു ഗ്രാഫേ ഉള്ളൂ. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്, ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. എഗെയിൻ ഒരു ഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റിലോട്ട് അടക്കാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് R0 അതായത് കോൺസെൻട്രേഷൻ ആണ് വേഴ്സസ് ഹാഫ് ലൈഫ് ടി ഹാഫ് ഗ്രാഫ് ആണ്. ഈസ് വാലിഡ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ബിക്കോസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫ് നമുക്കറിയാം, വിച്ച് വിൽ ബി ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. അതായത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ഹാഫ് ലൈഫ് എന്തിനെ? ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര ആയിക്കോട്ടെ ഹാഫ് ലൈഫ് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഗ്രാഫ് എന്താണ്? വാലിഡ് ആണ്. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് അടക്കാം. സ്റ്റേറ്റ്മെന്റ് 2. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെ അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, ഒരു സംശയമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് 2 ടൈം വേഴ്സസ് കോൺസ്റ്റന്റ് ലോഗ് R/R0 ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന് വാലിഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ K ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ T ഇൻറ്റു ലോഗ് A0/A ആണ് വരിക. A0/A അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇത് ഇപ്പോൾ ടൈമിൻ്റെ ഇതിൽ വരുത്തണം അല്ലേ? എക്സ് ആക്സിസിൽ ടൈമും വരണം, വൈ ആക്സിസിൽ ആരും വരണം? നമ്മുടെ ലോഗ് A0/Aയും വരണം. അപ്പോൾ ലോഗ് A0/A അല്ല, അവിടെ ലോഗ് R/R0 ആണ്. പക്ഷേ അപ്പോൾ തിരിച്ചിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ലോഗ് A0/A ഈക്വൽ ടു എങ്ങനെയാണ് വരിക? KT ഇൻറ്റു K ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഒരു y ഈക്വൽ ടു mx ടൈപ്പ് ഗ്രാഫായി. അപ്പോൾ y ആക്സിസിൽ ആരാ വരേണ്ടത്? ലോഗ് A0/A വരണം. ദെൻ എക്സ് ആക്സിസിൽ ആരാ വരുന്നത്? ടൈം വരണം. സ്ലോപ്പ് എത്ര വരിക? K
കെ ഡിവൈഡഡ് ബൈ 2.303. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെ ഗ്രാഫിൽ ഇവന്മാർ ലോഗ് R/R0 പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കിട്ടേണ്ടത് ശരിക്കും ലോഗ് A0/A ആണ്, അതായത് R0/R. അപ്പോൾ ലോഗ് R0/R ആയിരുന്നു ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ വൈ ആക്സിസ് തെറ്റി, അതായത് വൈ ആക്സിസ് തെറ്റി. മാത്രമല്ല ഇത് ഒരു പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ആളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരില്ല. ഇവിടെ എന്തേ വരാൻ പാടുള്ളൂ, R0/R വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, ഫോൾസും ആണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഐഡിയ കിട്ടിയില്ലേ? ഒന്നുമില്ല, നമ്മൾ ഈ റൈറ്റ് ഇക്വേഷനിൽ നേരെ പോകുന്നു. ഇവിടെ നമ്മൾ ഇതിനെ y ഈക്വൽ ടു mx ടൈപ്പ് ആക്കുന്നു. y ഈക്വൽ ടു mx ടൈപ്പ് പോസിറ്റീവ് സ്ലോപ്പ് കിട്ടണമെങ്കിൽ y ആക്സിസിൽ ലോഗ് R0/Rഉം x ആക്സിസിൽ ടൈമും കിട്ടണം. പക്ഷേ ഇവിടെ ലോഗ് R/R0 തന്നത്, അതുകൊണ്ട് തെറ്റി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 ജാനുവരി 24 ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റ് 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Consider a complex reaction taking place in 3 steps with rate constant K1, K2, K3 respectively. കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. അതിൽ ഓരോരോ സ്റ്റെപ്പിന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 ഉം K2 ഉം K3 ആണ്. The overall rate constant K is given by the expression K equal to root of K1 into K3 divided by K2. If the activation energy of the 3 steps are 16, 13 and 10 kilojoule per mole respectively, then overall energy of activation എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ ആക്ടിവേഷൻ എനർജി ഈ A1 തന്നിട്ടുണ്ട് 60, ഈ A2 തന്നിട്ടുണ്ട് എത്രയാടാ 30, ഈ A3 തന്നിട്ടുണ്ട് എത്രയാണ് 10. എല്ലാം കിലോ ജൂൾ പെർ മോൾ ആണ്. എസ് ആണോ? ദെൻ എടാ നമ്മൾ ഇക്വേഷൻ ഏതാ തന്നിട്ടുള്ളത്? ആകെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K ഈക്വൽ ടു റൂട്ട് ഓഫ് K1 K3 ഡിവൈഡഡ് ബൈ K2 ആണ്. എന്താ Kൻ്റെ ഇക്വേഷൻ? K ഈക്വൽ ടു A e raised to minus EA/RT. ഓക്കെ, K ഈക്വൽ ടു A e raised to minus EA/RT. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ Kക്ക് പകരം എന്ത് കൊടുക്കാം? A e raised to minus EA/RT എന്ന് ഡയറക്റ്റ്ലി അങ്ങ് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് K1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? A1 ഇൻറ്റു E raised to minus EA1/RT എന്ന് കൊടുത്തൂടെ? ഓക്കെ, ആറും ടിയും കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു K3 എന്ന് പറയുമ്പോൾ എന്താ കൊടുക്കുക? A3 ഇൻറ്റു E raised to minus EA3 ഡിവൈഡഡ് ബൈ RT എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ K2 എന്ന് പറഞ്ഞാൽ A2 ഇൻറ്റു E raised to minus EA2 ഡിവൈഡഡ് ബൈ RT എന്ന് കൊടുക്കാം. ഓക്കെ, A ഒരു കോൺസ്റ്റന്റ് ആണ്. A സ്വാഭാവികമായിട്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഏനും ഇവിടുന്നുണ്ട് ഒഴിവാക്കാം. ഓക്കെ, എല്ലാ ഏനും ഞാൻ ഒരുമിച്ച് ഒഴിവാക്കി. then ഇനി എക്സ്പൊണൻഷ്യൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം? E raised to minus EA/RT ഈക്വൽ ടു ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ എന്താ വരുന്നത്? ഇവിടെ E raised to minus EA1/RT all raised to 1/2 എന്ന് കൊടുക്കാം. all raised to 1/2 അല്ലേ? അപ്പം ഞാൻ രണ്ട് സൈഡിലും എന്തെടുക്കാൻ പോവാണ്? ലോഗിന് പകരം ലോൺ എടുക്കാൻ പോവാണ്. അപ്പം ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്ത് വരും? ലോൺ വരും, ഇവിടെ ലോൺ വരും. ലോൺ E raised to minus EA/RT നമുക്ക് എന്ത് ചെയ്താം? മൈനസ് EA/RT എന്ന് എഴുതാം. ഇനി ഇത് എത്രയാണ് വരിക? ഇത് ലോണ് ഒരു വാല്യൂ റേസ് ടു എത്രയാണ്? 1/2 റൂട്ട് 1/2. അപ്പോൾ 1/2 പുറത്തേക്ക് വരും. ബാക്കി ആരാ ഉണ്ടാവുക? ലോൺ E raised to minus EA/RT. എല്ലാവരും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ പറയുന്ന E raised to RT ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? ഉള്ളിൽ മൈനസ് EA1/RT ഉണ്ടാവും. ഓക്കെ, ദെൻ പ്ലസ് മൈനസ് EA3/RT ഉണ്ടാവും. ദെൻ മൈനസ് എന്തുണ്ടാവും? EA2/RT ഉണ്ടാവൂലേ? കാരണം ഞാൻ രണ്ട് സൈഡിലും ലോൺ എടുത്ത് മറ്റേ ബാക്കിയുള്ളവരൊക്കെ ഒഴിവാക്കി. ഓക്കെ, ഇവിടെ നിന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പം നെഗറ്റീവിനെ ഞാൻ എല്ലായിടത്തും ഒഴിവാക്കി. RTനെ നമുക്ക് എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട്, RTനെ ഞാൻ ഒഴിവാക്കി. അപ്പോൾ EA ഈക്വൽ ടു നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടും? ഹാഫ് ഇൻറ്റു EA1 പ്ലസ് EA3 മൈനസ് EA2 എന്ന് കിട്ടൂലേ? യെസ്, അങ്ങനെയാണെങ്കിൽ EA ഈക്വൽ ടു ഹാഫ് ഇൻറ്റു EA1. EA1ൻ്റെ വാല്യൂ എത്രയാടാ? EA1 60. ഓക്കെ, പ്ലസ് ഇനി ആരാ ഉള്ളത്? EA3ൻ്റെ വാല്യൂ എത്ര? 10. ദെൻ മൈനസ് EA2ൻ്റെ വാല്യൂ എത്ര? 13. അപ്പോൾ എത്ര കിട്ടുക? 60ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ 30, 40/2. 40/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോ ജൂൾ ഈസ് ദ റൈറ്റ് ആൻസർ. 20 കിലോ ജൂൾ.
സോ 20 ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളാണ് അല്ലേ? അപ്പം ആകെ നമുക്കിവിടെ എന്താണ് ഒരു രണ്ട് സൈഡിലും ലോൺ എടുത്ത് അവരെ ഒഴിവാക്കി ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. ആൻസർ കിട്ടി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 January 28 ഷിഫ്റ്റ് 1ന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഫോർ എ ഗിവൺ റിയാക്ഷൻ ആർ ഗീവ്സ് പി. ഇവിടെ ശരിക്കും എന്താ തന്നിട്ടുള്ളത്? കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. സോ ഓക്കെ, റിയാക്ടൻ ഗീവ്സ് പ്രൊഡക്റ്റ് ടി ഹാഫ് ഈസ് റിലേറ്റഡ് ടു A0 ഈസ് ഗിവൺ ഇൻ ടേബിൾ. ഓക്കെ, രണ്ട് കോൺസെൻട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഫ് ലൈഫുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ഹാഫ് ലൈഫ് മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ല തോന്നുന്നു. ഓക്കെ, ദെൻ log 2 ഈക്വൽ ടു ഓക്കെ, log 2ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.3 ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് 1/2. ഓക്കെ, അതായത് നമുക്ക് എന്തറിയില്ല, ഈ റിയാക്ഷൻ്റെ ഓർഡർ അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെന്നോ സെക്കൻഡ് ഓർഡർ ആണെന്നോ അല്ലെങ്കിൽ സീറോ ഓർഡർ ആണെന്നോ ഒന്നും നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ പണി ഇവിടുത്തെ ഓർഡർ കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നോക്കിക്കോ, ഈ റിയാക്ഷനിൽ A0 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്ന ഡാറ്റ എത്രയാണ്? A0 അതേപോലെ തന്നെ ടി ഹാഫും തന്നിട്ടുണ്ട്. A0 0.1 ആണെങ്കിൽ അല്ലേ, 0.1 സ്റ്റാർട്ട് ചെയ്തത്, ടി ഹാഫ് 200. ദെൻ A0 0.025 ആണെങ്കിൽ ടി ഹാഫ് അപ്പം എത്രയാണ്? 100. നമുക്കറിയാം നമുക്കറിയാത്ത ഒരു അൺനോൺ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫും ടി ഹാഫും അതേപോലെ തന്നെ അതിൻ്റെ കോൺസെൻട്രേഷനും നമുക്ക് 1/A0⁻n−1 എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് ഫൈൻഡ് ചെയ്യാം. ഓർ ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0⁻1−n. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും n ആണ് അവിടുത്തെ ഓർഡർ, വേർ n ഈസ് ദ ഓർഡർ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ടി ഹാഫും രണ്ട് കോൺസെൻട്രേഷൻ ഉള്ള സ്ഥിതിക്ക് അങ്ങനെ നമുക്കൊരു എംപിറിക്കൽ റേഷ്യോ ഉണ്ടാക്കിക്കൂടെ? അതായത് ടി ഹാഫ് 200 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര നോക്ക്? ഇത് 200/100 കൊടുക്കാം ടി ഹാഫ്. ഇനി ടി ഹാഫ് 200 ആകുമ്പോൾ കോൺസെൻട്രേഷൻ 0.1, അപ്പോൾ 0.1 / 0.025 അപ്പോൾ ഇവിടെ 2 കിട്ടും. ദെൻ ഇവിടെ നമുക്ക് രണ്ടും 1/n ആയതുകൊണ്ട് 4⁻1 എന്ന് കൊടുക്കാം. അപ്പോൾ 2 ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 2/2 × 1 - n അല്ലേ? അപ്പോൾ 1 ഈക്വൽ ടു 2 × 1 - n എന്ന് വരും. പവറുകൾ നമ്മൾ എന്ത് ചെയ്താൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും 1 - n ഈക്വൽ ടു 1/2. സോ n ഈക്വൽ ടു 1 - 1/2. n എത്രയാണ്? ഹാഫാണ്. അതായത് ഇതൊരു ഹാഫ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാ ഓർഡർ പറഞ്ഞിട്ടുള്ളത് നോക്ക്. The order of the reaction is 1/2. That means statement A is true. ഏതാ ചോദിച്ചിട്ടുള്ളത്? കറക്റ്റ് ആൻസേഴ്സ് ആണ്. അതായത് നമ്മുടെ ആൻസറിൽ എന്തായാലും A ഉണ്ടാവും. ആൻസറിൽ എന്തായാലും A ഉണ്ടാവുമെങ്കിൽ നമ്മുടെ ഓപ്ഷൻ 3 എന്തായാലും നമ്മുടെ ആൻസർ അല്ല. ഇനി അടുത്ത ഓപ്ഷനിലോട്ട് അടക്കാം. സ്റ്റേറ്റ്മെന്റ് B എന്താണ് പറഞ്ഞിട്ടുള്ളത്? If A0 is 1 molar, then T half is 200 into √3 മിനിറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റേത് സി ആണ് അല്ലേ? അതായത് കോൺസെൻട്രേഷൻ 1 മോളാർ ആകുമ്പോൾ ഹാഫ് ലൈഫ് എത്ര ആവും? 200. ഓക്കെ, നമുക്കൊരു പണിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ഈ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞതാണ്. ഏതാ റിലേഷൻഷിപ്പ്? ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A0⁻1/n. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലേ? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്കിതിൽ ആരെങ്കിലും ഒരാളെ, ഇപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് എത്ര എടുക്കാം? 0.1 ആണെങ്കിൽ അന്നേരത്തെ ടി ഹാഫ് എത്രയാണ്? 200 അല്ലേ? 200. ഇനി നമ്മോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുള്ളത് കോൺസെൻട്രേഷൻ നമ്മൾ 1 മോളാർ ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടി ഹാഫ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പോൾ പണിയില്ല, നമ്മൾ നേരത്തെ പോലെ ഒരു എംപിറിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ഇത് 200 അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. ടി ഹാഫ് നമുക്ക് കണ്ടുപിടിക്കണം, /200. ഓക്കെ, ഇവിടുത്തെ കോൺസെൻട്രേഷൻ ടി ഹാഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ 1/1 - n ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കോൺസെൻട്രേഷൻ 0.1/1 - n അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ടി ഹാഫ് ഈക്വൽ ടു നമുക്ക് എത്ര എടുക്കാം? ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു ഇത് 1 / 0.1. അപ്പോൾ എത്ര വരിക? 10⁻1 - n അല്ലേ? 10⁻1 - n. അപ്പോൾ 10⁻1 - n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം. എന്നിൻ്റെ വാല്യൂ എത്രയാണ്?
എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ ഹാഫ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടി ഹാഫ് ഈക്വൽ ടു 200 ഇൻറ്റു 10 അതായത് റൂട്ട് എത്ര വരും ഇവിടെ? 10 വരും. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 200 ഇൻറ്റു റൂട്ട് 10 മിനിറ്റ്. യെസ്, ഓപ്ഷൻ ബി ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ബിയും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ 1 ആവില്ല. ദെൻ ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നമുക്കൊരു ആൻസർ കിട്ടാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ വായിച്ചു നോക്കണം. ഓക്കെ, എന്തായാലും സി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ ഇനിയുള്ള രണ്ട് ആൻസറിലും സി ഇല്ല. ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ചേഞ്ചസ് ടു 1 ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ചേഞ്ചസ് ഫ്രം 0.1 to 0.5. കോൺസെൻട്രേഷൻ മാറി ഓർഡർ മാറൂല. ബിക്കോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ സി എന്തായാലും തെറ്റാണ്. ഓക്കെ, അത് നമുക്ക് അല്ലെങ്കിലും ഇനിയിപ്പോൾ സി നമുക്ക് ഒഴിവാക്കാം. ഇനിയിപ്പോൾ അതൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒറ്റയടിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓപ്ഷൻ ഡിയും കൂടി നമുക്ക് നോക്കാം. ഡി ആണ് ഇനി നമ്മളുടെ ആൻസറിനെ തീരുമാനിക്കുന്നത്. ടി ഹാഫ് ഈസ് 800 മിനിറ്റ് ഫോർ കോൺസെൻട്രേഷൻ A0 ഈക്വൽ ടു 1.6 മോളാർ ആവും. അപ്പോൾ എഗെയിൻ നമ്മൾ ഇനി അതേ റിലേഷൻഷിപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇനി ഒന്നും കൂടി ടി ഹാഫും മറ്റേ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകണം. കോൺസെൻട്രേഷൻ A0 റേസ് ടു 1/n. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുന്നു. അഗെയിൻ നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുന്നു. ദെൻ ടി ഹാഫ് എടുക്കുന്നു. കോൺസെൻട്രേഷൻ എത്ര ആയിരുന്നടാ? നമുക്കിതാ ഇവിടെ തന്നെ എടുക്കാം. 0.1 ആയപ്പോൾ ടി ഹാഫ് 200 അല്ലേ? ഇനി ഇവരിപ്പോൾ പറയുന്നത് കോൺസെൻട്രേഷൻ എത്രയാണ്? 1.6 ആകുമ്പോൾ ടി ഹാഫ് എത്രയാണ്? 800 മിനിറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടി ഹാഫോ കോൺസെൻട്രേഷൻ ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എടുക്കാം. അപ്പോൾ ടി ഹാഫിനെ ഞാൻ എടുത്തു. ടി ഹാഫ് 800 ആണെങ്കിൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ആണോ നോക്കാം. ഇവിടെ നോക്ക്, ടി ഹാഫ് 200 ഡിവൈഡഡ് ബൈ 800 ഡിവൈഡഡ് ബൈ 200. കറസ്പോണ്ടിങ് കോൺസെൻട്രേഷൻ എത്ര? 800 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ 0.1 ഓൾ റൈസ് ടു എത്ര വരും? n-1 അല്ലേ? നമുക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടുത്തെ 800 ഇടണ്ട, 800 നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് നല്ലത്. ടി ഹാഫ് കണ്ടുപിടിക്കാം. അപ്പോൾ കോൺസെൻട്രേഷന് പകരം നമുക്ക് ഇവിടെ ഇത് കണ്ടുപിടിക്കണം. ഇത് എത്രയാടാ? 1.6 ഞാൻ ഇവിടെ ഇട്ടു. ഓക്കെ, ഇതാണ് എളുപ്പം. ഓക്കെ, 1.6 ഞാൻ ഇവിടെ ഇട്ടു. 1.6 ഇവിടെ ഇട്ടപ്പോൾ ഇത് എത്ര വന്നു? 16 വന്നു. അപ്പോൾ ടി ഹാഫ് ഈക്വൽ ടു 200 ഇൻറ്റു 16 റേസ് ടു ഇത് എത്രയുടെ വരാം? 16 റേസ് ടു 1 - n. ഓക്കെ, ഇറ്റ് ഇസ് 1 - n. സോറി, 1 - n. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് 16 കിട്ടും. ബിക്കോസ് 1 - n എന്ന് പറഞ്ഞാൽ 1 - ഹാഫ്. അപ്പോൾ 16 റേസ് ടു 1/2. അപ്പോൾ 200 ഇൻറ്റു 16. റൂട്ട് 16 എത്ര? 4. സോ 4 ഇൻറ്റു 200 എന്ന് പറഞ്ഞാൽ 800. കറക്റ്റ് അല്ലേ? നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കാരണം A0 1.6 ആണെങ്കിൽ ടി ഹാഫ് 800 മിനിറ്റ് ആണ്. സോ അപ്പോൾ എയും ബിയും സിയും കറക്റ്റാണ്. സോറി, സി അല്ല, ഡിയും കറക്റ്റാണ്. എയും ബിയും ഡിയും കറക്റ്റാണ്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആണ്. ബിക്കോസ് നമുക്ക് കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കുറച്ച് ലെങ്തി ആണ്. നമ്മൾ ആ ഒരു സമയം എടുത്ത് ചെയ്യണം. ഇനി അതല്ല, മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഡിസ്കഷൻ ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയതാണ്. അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി റിലേഷൻഷിപ്പ് ഇട്ടുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലൂടെ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, January 28 ഷിഫ്റ്റ് 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ ബാക്ടീരിയൽ സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ എ സെൽ കൾച്ചർ ദ ഗ്രോത്ത് ലോ ഈസ് വെരി സിമിലർ ടു ദ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ. ഏതാണ് അപ്പം? ഫസ്റ്റ് ഓർഡർ. ഇത് ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് കൈനറ്റിക്സ് ആണ്. ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് കൈനറ്റിക്സ്. എന്താ ഗ്രോത്ത് കൈനറ്റിക്സിന്റെ വ്യത്യാസം എന്താ അറിയോ? അതായത് നമ്മൾ സാധാരണ ഡീക്കെ ആണ് സംഭവിക്കുക, അതായത് കുറയുക ചെയ്യുക കോൺസെൻട്രേഷൻ. പക്ഷെ ബാക്ടീരിയൽ ഗ്രോത്ത് എന്താ ചെയ്യുക? അപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പിൽ ഡബിൾ ആവും. ദെൻ 2 ഉള്ളത് 4 ആവും, 4 എന്താവും? 8 ആവും. 2 വെച്ച് ഇങ്ങനെ ഇത് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? 8 16 ആവും, 16 32 ആവും. അതായത് ഗ്രോത്ത് ആണ്. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സാധാരണ കൈനറ്റിക്സിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കൂടുതലും ഫൈനൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഇനീഷ്യൽ കുറവും ഫൈനൽ കൂടുതലായിരിക്കും. പക്ഷേ ഒരു പ്രശ്നമില്ല, എന്തായാലാവട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു റെപ്രസെന്റ് ഗ്രോത്ത് ബാക്ടീരിയൽ കോളനി ഗ്രോത്ത് വേർ n is the number of bacteria at any time, n0 is the initial bacteria. ഇവിടെ ഇത്രയല്ലോ കേട്ടോ. നമ്മൾ സാധാരണ കൈനറ്റിക്സിൽ നമ്മൾ എങ്ങനെ പറയാ? KT ഈക്വൽ ടു ലോണ് A0/A എന്നാ പറയുക അല്ലേ? അതായത് ചില ആൾക്കാർ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക, 2.303 ഡിവൈഡഡ് ബൈ T ഇൻറ്റു ലോഗ് A0/A. ഇതാണ് നമ്മുടെ കൈനറ്റിക്സ് അല്ലേ? ലോഗ് 2.303 ലോഗിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ലോൺ എന്ന് എഴുതാം. ഓക്കെ, ഇതെന്തായി? ലോണ്. ഇതാണ് ലോണ്. ദെൻ അപ്പോൾ KT ഈക്വൽ ടു ലോൺ A0/A. ഇതാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ദെൻ വെയിറ്റ്. അപ്പോൾ ഇവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാക്ടീരിയ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി N0യും ഫൈനൽ N ആണെങ്കിൽ
n കൂടുതലും ഇത് കുറവായിരിക്കും. അപ്പം നമ്മൾ നേരെ ഗ്രോത്ത് കൈനറ്റിക്സിൽ ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. ഇത് നേരെ തിരിയും. ഇത് A/A0. അതായത് KT ഈക്വൽ ടു ലോൺ A/A0 ആയിരിക്കും ഏതില്? ഗ്രോത്തിൽ. ഇത് നോർമൽ ഫസ്റ്റ് ഓർഡർ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം? രണ്ട് സൈഡിലും ഈ എക്സ്പോണൻഷ്യൽ എടുക്കുകയാണെങ്കിൽ ഇത് e⁻ എന്ത് വരുടാ? KT വരും ഈക്വൽ ടു A/A0. ഓക്കെ, e⁻KT ഈക്വൽ ടു A/A0. സോ ഈ പറയുന്ന ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു A0 ഇൻറ്റു e⁻KT പോലെ വരും. സോ y ഈക്വൽ ടു C ഇൻറ്റു e⁻mx. ഓക്കെ, y ആക്സിസിൽ ആര് വരണം? കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ, അതായത് ഇവിടെ നമ്മൾ n. അപ്പോൾ കണ്ടോ, ഇവിടെ y ആക്സിസിൽ n തന്നെ വരുന്നത്. ഇത് റേഷ്യോ ആയിട്ട് എടുത്തേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, n തന്നെയാണ്. y ആക്സിസിൽ n, x ആക്സിസിൽ ആരാണ്? x ആക്സിസിൽ ആരാണ്? ടൈം. അപ്പോൾ നമുക്കിതാ ഇതേപോലത്തെ ഒരു ഗ്രാഫ് തന്നെ നമുക്ക് കിട്ടുക. ഇവിടെ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ ഇൻ്റർസെപ്റ്റ് ഉണ്ടാവും. ഇൻ്റർസെപ്റ്റ് എത്രയാണ്? C ആണ്. അപ്പോൾ C ഇൻ്റർസെപ്റ്റ് ഉള്ള ഗ്രാഫുകൾ. ഓക്കെ, ഒരു ഇൻ്റർസെപ്റ്റ് ഉള്ള ഗ്രാഫ് ആയിരിക്കും ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രാഫ് ആയിരിക്കും. പോസിറ്റീവ് എന്താണുള്ളത്? പോസിറ്റീവ് സ്ലോപ്പ് ആണുള്ളത്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ആണ്, പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ട്. നോക്കിക്കോ, ഇത് നെഗറ്റീവ് സ്ലോപ്പാണ്. ഇത് എന്തായാലും ആവില്ല, സ്ട്രൈറ്റ് ലൈൻ ആണ്, എക്സ്പോണൻഷ്യലേ വരുള്ളൂ. ഇത് നെഗറ്റീവ് സ്ലോപ്പാണ് ആൻഡ് ഇതോ ആവും. പക്ഷേ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തായാലും ആവില്ല. കാരണം എക്സ്പോണൻഷ്യൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേലക്കാണ് പോകേണ്ടത്. സ്ലോപ്പ് എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയല്ല ഒരിക്കലും വരിക, ഇങ്ങനെ വരിക. ആൻഡ് ഇവിടെ ഇൻ്റർസെപ്റ്റും ഇല്ല. സ്വാഭാവികമായിട്ടും ഇത് ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാം കൊണ്ടും. അപ്പോൾ ഇവിടെ നോക്ക്, ഇതാണ് നമ്മളുടെ ഇൻ്റർസെപ്റ്റ്. ഇൻ്റർസെപ്റ്റ് എത്രയാണ്? A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഹിയർ N0. ഓക്കെ, N0. ദെൻ സ്ലോപ്പ് എത്ര വരിക? സ്ലോപ്പ് ഈക്വൽ ടു നമ്മളുടെ K. ഓക്കെ, സ്ലോപ്പ് ഈക്വൽ ടു K. ഓക്കെ, ദെൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ജാനുവരി 10 ഷിഫ്റ്റ് 2ന്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ആൻ എലമെന്ററി റിയാക്ഷൻ A+B gives C+D. If the volume of the reaction mixture is suddenly reduced to 1/3 of its initial volume, the reaction rate will become x times of the original reaction rate. The value of x is എന്നാണ് ചോദ്യം. എടാ, എലമെന്ററി റിയാക്ഷൻ ആണെങ്കിൽ എലമെന്ററി റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ ഒരു കുഴപ്പമില്ല. റേറ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എലമെന്ററി ആണെങ്കിൽ K ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A⁻1 ഇൻറ്റു B⁻1 അല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഈ പറയുന്ന റിയാക്ഷന്റെ വോളിയം, കണ്ടെയ്നറിന്റെ വോളിയം നമ്മൾ 1/3 ആയിട്ട് കുറക്കുകയാണ്. എടാ, കോൺസെൻട്രേഷൻ ഓഫ് A എന്താ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം. ഈ വോളിയം ഞാൻ 1/3 ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്താ സംഭവിക്കുക? ദിസ് വിൽ ബിക്കംസ് 3 ടൈംസ് N/V. അതായത് കോൺസെൻട്രേഷൻ 3 ടൈംസ് കൂടും. കോൺസെൻട്രേഷൻ 3 ടൈംസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു 3A ഇൻറ്റു എന്ത് വരുടാ? 3B എന്ന് വരും. അതായത് 3 × 3 9 ആണ്. K ഇൻറ്റു A ഇൻറ്റു B. ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ. ഇതാണ് റേറ്റ് ഇനീഷ്യൽ. അപ്പം 9 ഇൻറ്റു റേറ്റ് ഇനീഷ്യൽ. ഇനീഷ്യൽ റേറ്റിന്റെ 9 ടൈംസ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ ഓപ്ഷൻ 3 is the right answer. It's very simple. Then question number 11, January 29 shift 1 ന്റെ ക്വസ്റ്റ്യൻ ആണ്. The reaction A2 plus B2 gives 2AB follows the mechanism. ഓക്കെ, ഇവിടെ എഴുതിയത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നോക്ക്, നമുക്ക് ഇതൊന്ന് സമ്മറൈസ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ആദ്യം A2 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ, A2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എന്തായിട്ട് മാറുകയാണ്? 2A ആയിട്ട് മാറുകയാണ്. സോ ഈ സ്റ്റെപ്പ് ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് ഇവർ പറയുന്നുണ്ട്. ഇതിന്റെ ഇക്വിലിബ്രിയം ഇതിന്റെ കോൺസ്റ്റന്റ് ഇവിടെ എത്രയാണ്? K1 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ പറയുന്ന A എന്ന് പറയുന്ന ആള് ഒരു B2 നെറ്റ് കമ്പൈൻ ചെയ്യുന്നു. ഇവിടുത്തെ കോൺസ്റ്റന്റ് K2 ആണ്. ഇത് എന്തായിട്ട് മാറുന്നുടാ? AB + B ആവുന്നു. ഇത് വളരെ സ്ലോ ആണ്. ദെൻ ഇനി A+B ഗീവ്സ് എന്താവുന്നു? അഗെയിൻ ഇവിടെ ഒരു A കൂടി ഉണ്ടല്ലോ. ഈ A ഇവിടെയുള്ള ഒരു B നെറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും എന്താവുന്നു? ഒരു AB ആവുന്നു. ഈ റിയാക്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. നമുക്കറിയാം നെറ്റ് റിയാക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ A2 + B2 ഗീവ്സ് 2AB എന്ന് തന്നെ കിട്ടുക അല്ലേ? ഇതാണ് നെറ്റ് റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ അവിടുത്തെ റേറ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ റേറ്റ് ഇക്വേഷൻ അവിടെ ഇതാണ്. റേറ്റ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, ഇതാണ് സ്ലോവസ്റ്റ് ഇക്വേഷൻ. K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എന്തെന്ന് എഴുതാം? B2 എന്ന് എഴുതാം. നേരെ പോയിക്കാണ്ട് ഓർഡർ 2 എന്ന് എഴുതരുത്. ബിക്കോസ് നമ്മളുടെ നെറ്റ് റിയാക്ഷനിൽ B2 ഉണ്ട്, പക്ഷേ A ഇല്ല. അപ്പോൾ Aനെ നമ്മൾ A2ൻ്റെ ടേംസിലേക്ക് ആക്കാതെ ഒരിക്കലും നിങ്ങൾ റിയാക്ഷൻ എഴുതരുത്. അപ്പം നമുക്ക് ഇപ്പം കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഈക്വൽ ടു
K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B2 എന്നാണ്. പക്ഷേ എ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാ? എ ഇൻവോൾവ് ചെയ്യുന്ന ഒരേ ഒരു റിയാക്ഷൻ ഇതാണ്. അപ്പോൾ എനെ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യണം? എടുക്കണം. അതായത് A2 ഈക്വൽ ടു K1 ഇൻറ്റു എ പ്ലസ് എ. ഈ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഈ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് നമ്മളുടെ ആര്? K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ K1 ഈക്വൽ ടു ഓർ K ഇക്വിലിബ്രിയം ഈക്വൽ ടു concentration of A into concentration of A divided by concentration of A2, which means concentration of A equal to concentration of A raised to 2 equal to K equilibrium into concentration of A2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ concentration of A ക്ക് പകരം നമുക്ക് എങ്ങനെ എടുക്കാം? concentration of A equal to root of K equilibrium into root of A2, അതായത് raised to 1/2. ഇത് നമ്മൾ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ റേറ്റ് ഈക്വൽ ടു K2 ഇൻറ്റു റൂട്ട് ഓഫ് K equilibrium ഇൻറ്റു A2 raised to 1/2 ഇൻറ്റു B2 എന്ന് വരും. ഇതെല്ലാം കൂടി ഒരു പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് ആക്കാം. ഇറ്റ് ഈസ് K ഇൻറ്റു A2 raised to 1/2 ഇൻറ്റു B2 raised to 1. അങ്ങനെയാണെങ്കിൽ ഓർഡർ എത്രയുടെ വരിക? ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പവർ പ്ലസ് അവൻ്റെ പവർ എല്ലാം കൂടി 1.5 ഓർഡർ വരിക, 1.5. ഓക്കെ, അപ്പോൾ ഇത് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ്സ് വെരി സിമ്പിൾ, 1.5. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങൾ. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുക. ആൻഡ് സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മളുടെ റിയാക്റ്റൻറ്റുകളല്ല ഉള്ളതെങ്കിൽ അവരെ നമ്മൾ ഇക്വിലിബ്രിയം വെച്ചിട്ട് എന്ത് ചെയ്യണം? സോ ആക്ച്വലി ദിസ് വൺ ഈസ് എ ഇക്വിലിബ്രിയം ആരോ. ഇവിടെ ഈ എഴുതിയതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊരു ഇക്വിലിബ്രിയം ആരോ ആയിരിക്കും. ഓക്കെ, യെസ്, ദിസ് ഇസ് ആൻ ഇക്വിലിബ്രിയം. ഓക്കെ, equilibrium reaction. Okay, then ini അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. ഡ്രഗ് എക്സ് ബിക്കംസ് ഇൻഎഫക്റ്റീവ് ആഫ്റ്റർ 50% ഡീകമ്പോസിഷൻ. അതായത് നമ്മുടെ കയ്യിലൊരു ഡ്രഗ് ഉണ്ട്, എക്സ് എന്നാണ് ഡ്രഗിൻ്റെ പേര്. 50% ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ തന്നെ ആ ഡ്രഗ് എന്തായി? ഇൻഎഫക്റ്റീവായി, അതായത് അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞെന്ന് അർത്ഥം. ഓക്കെ, ദ ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ എ ബോട്ടിൽ വാസ് 16 mg/ml വിച്ച് ബിക്കംസ് 4 mg/ml ഇൻ 12 months. ഓക്കെ, 12 മാസം കൊണ്ട് ഈ 16 മില്ലിഗ്രാം 4 മില്ലിഗ്രാം ആവും. ദ എക്സ്പയറി time of the drug in a month is a dash. Okay, assume that the decomposition of drug follows the first order kinetics. സുഖായി. ഓക്കെ, അതായത് നമ്മളുടെ കയ്യിൽ ഡ്രഗ് എക്സ് എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ഡ്രഗ് അതിൻ്റെ പകുതി ആവണം, അതിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ പകുതി ആവാന്ന് വിചാരിച്ചോ. അതായത് എക്സ് എന്തായിട്ട് മാറണം? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതൊരു എഫക്റ്റീവ് ഡ്രഗ് ആണ്. ദെൻ ഇവൻ എന്താണ്? ഇൻഎഫക്റ്റീവ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്? ഇൻഎഫക്റ്റീവ് ആണ്. നിങ്ങൾ വിചാരിച്ചോ. അപ്പോൾ ഇവൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 16 ആണ്. ഓക്കെ, 16 ആണ്. ദെൻ ഇത് 4 ആകാൻ എടുക്കുന്ന സമയമാണ്. അതായത് ഇത് 0 മന്ത്, ഇത് 12 മന്തിൽ എത്ര ആയിടാ? 4 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് അപ്പോൾ 4 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പകുതി അല്ല, പകുതിയിൽ പകുതിയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എപ്പോഴും ഇൻഎഫക്റ്റീവ് ആയി എന്നർത്ഥം. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി ആയാൽ മതി. അതായത് 16 മില്ലിഗ്രാം ഉള്ളത് വെറും 8 മില്ലിഗ്രാം ആയാൽ തന്നെ അതിൻ്റെ എന്തായി? 50% ഡീകമ്പോസിഷൻ നടന്നു അല്ലേ? 50% ഡീകമ്പോസിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ സിംപ്ലി മീൻസ് അതിൻ്റെ ഹാഫ് ലൈഫാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഐഡിയ മനസ്സിലായോ? അതായത് ആ ഡ്രഗ് 16 മില്ലിഗ്രാം 4 മില്ലിഗ്രാം ആവാനുള്ള സമയം 12 മാസമാണ്. പക്ഷേ 50% ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ തന്നെ ആ ഡ്രഗ് ഇൻഎഫക്റ്റീവ് ആയി. അതായത് 50% ഡീകമ്പോസിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ വിച്ച് സിംപ്ലി മീൻസ് ആ ടൈമിനെ നമുക്ക് ഹാഫ് ലൈഫ് എന്ന് വിളിക്കാം. അതായത് ഈ പറയുന്ന ഡ്രഗിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ആയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കടാ, ഈ 16 എന്ന് പറയുന്നത് 8 ആവാനുള്ള സമയമല്ലേ ഹാഫ് ലൈഫ്? ഈ 8 എന്നുള്ളത് 4 ആവാനുള്ള സമയമല്ലേ അടുത്ത ഹാഫ് ലൈഫ്? ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇവിടെ ടോട്ടൽ ഈ പറയുന്ന 16 4 ആവാനുള്ള ടോട്ടൽ സമയം 12 മന്ത് ആണെങ്കിൽ ഇത് 6 മന്തും ഇത് 6 മന്തും അല്ലേ? അതായത് ഈ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് 6 മന്ത് ആണ്. സോ നമ്മളുടെ ആൻസർ എത്ര വരിക? 6 ആണ് വരിക. ഓപ്ഷൻ 2. പണി കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആലോചിക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ഇവിടെ നമുക്ക് ഈ 2 കോൺസെൻട്രേഷൻ തന്നുകൊണ്ട് നിങ്ങൾക്ക് നേരെ K = 2.303/T ഇൻറ്റു ലോഗ് A0/A വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? K കണ്ടുപിടിച്ചിട്ട് ആ Kൻ്റെ വാല്യൂ എടുത്തിട്ട് ഹാഫ് ലൈഫിൻ്റെ 0.T half = 0.693/ഏത്
കെ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 മന്ത് കിട്ടും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, കാരണം അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതിൻ്റെ പകുതി ആവാനുള്ള സമയമാണ് ഹാഫ് ലൈഫ്. അത് അതിൻ്റെ പകുതി ആവാനുള്ള സമയമാണ് അടുത്ത ഹാഫ് ലൈഫ്. അതായത് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത് 2 ഹാഫ് ലൈഫാണ്. 2 ഹാഫ് ലൈഫ് ഇൻവോൾവ് ചെയ്യാൻ 12 മാസമാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ലൈഫ് 6 മാസമായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ദെൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വീണ്ടും അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എക്സാമിനേഷൻ. ബൈ.